മൂർക്കനെ കണ്ടാൽ മാത്രം മൂർക്കൻ അണലി ഇതിനെ കണ്ടാൽ മാത്രം ഇത് ഉപയോഗിക്കാം. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു പല്ലിയോ പാറ്റയോ പാമ്പോ ഒരു സാധനം ഇതിൻ്റെ അടുക്ക കയറി പോയാൽ ആ പാമ്പ് ചത്തിന് ചോദിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇങ്ങനെ പതിയെ നമ്മൾ ഇടും, സൈഡിലോട്ട് മാറ്റിയിടും. ഇതിൻ്റെ പുറത്തുകൂടി പാമ്പ് വരാതിരിക്കാൻ ഇത് മണമടിച്ചാൽ വരത്തില്ല. അഥവാ വന്ന് ഇതിൻ്റെ പുറത്തുകൂടി കയറി പോയാൽ പോലും ആ പാമ്പ് അങ്ങ് മയങ്ങി ചത്തുപോകും, പിന്നെ അത് ജീവിക്കില്ല. അല്ല, വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ. അഥവാ ചാടി എന്തെങ്കിലും ഈ ചെങ്കീരിയൊക്കെ അത് ഓടിച്ച് വരും, കീരിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഇതിനോട് ചാടിപ്പോയാൽ ആ പാമ്പ് തീർന്നു. പറയാനുള്ളത് അതെ. ഇല്ല 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 ഇല്ല, കണ്ടാൽ തന്നെ പാമ്പ് പറന്നു പോകും, നമ്മുടെ ഭാഗത്ത് വരത്തില്ല. ഭയങ്കര മണം അടിച്ചാൽ തന്നെ മതി. ഈ മണത്തിൻ്റെ തന്നെ ഈ നമ്മുടെ ഏരിയയിലേ വരില്ല, അതങ്ങ് പറന്ന് മാറിപ്പോയിക്കോളും. പല്ലിയോ പാറ്റയോ പാമ്പോ എല്ലാ സാധനവും അങ്ങ് ഓടിപ്പോവും, നമ്മുടെ ഭാഗത്ത് എങ്ങും വരില്ല. അത് കൊല്ലണമെന്നില്ല, അത് തന്നെ ഓടിപ്പോയിക്കോളും. ഇതിൻ്റെ മണം അടിച്ചാൽ തന്നെ ആ ഭാഗത്തേ വരില്ല. നമുക്ക് ഇതിനൊന്നും പേടിക്കാനൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതെ അതെ, ഗ്ലൗസ് ഇട്ടേക്ക് നല്ലത്. നമ്മൾ ഇല്ലത് നമ്മളെടുത്ത് പേപ്പറിൽ തന്നെ ഇടും, പേപ്പറിൽ തന്നെ നമ്മൾ കുടഞ്ഞിടും, കൈ കൊണ്ട് എടുക്കത്തില്ല. ഒരുപാട് പേർക്ക് ഗുണമുള്ള ഒരു സാധനമാണ്. ഒരുപാട് പേര് അന്ന് ഞങ്ങൾ ചേട്ടന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഞങ്ങളെ വഴക്ക് പറഞ്ഞു, ഇതിന്റെ പേരെന്താ കാണിക്കാൻ. കൈ വെള്ളം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടും കൊള്ളരുത്. മെയിനായിട്ട് കൈ ചിലപ്പോൾ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടും കൊള്ളരുത്. കൊണ്ടാൽ കൈ പളുക്കും. അങ്ങനെയുണ്ട്. ആവശ്യമില്ലാത്ത ആരും ഇത് ഉപയോഗിക്കരുത്, തുടരുത്. നമ്മൾ ഇഴജന്തുക്കളെ പേടിയുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ, അല്ലാതെ വേറെ ആവശ്യമില്ലാതെ ഒരു കാര്യത്തിന് ഉപയോഗിക്കരുത്. അതും വീട്ടിന് അടുക്ക കൂടി കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പാടില്ല, പുറത്തുകൂടിയേ ഇടാവുള്ളൂ. നമ്മുടെ ജീവനക്ക് പേടിയുണ്ട്, നമുക്ക് അണലിയെ കണ്ട് ഒരു മൂർഖനെ കണ്ട് ആ സമയത്തിന് വേണ്ടി മാത്രമേ ഇടുക, അല്ലാതെ വേറെ ഒരു ചേരയോ അതിനൊന്നും വേണ്ട. അതൊക്കെ അങ്ങ് ഓടിപ്പോക്കോളൂ. ഇത് രണ്ടുമാണ് നമുക്ക് ഭീഷണിയുള്ള സാധനം. അതുകൊണ്ട് അതിന് മാത്രം ഇട്ടാൽ മതി, കൈ തൊടാതെ ഒരു പേപ്പറിൽ തട്ട് ടിക്കിട്ടാൽ മതി, ഓടിപ്പോക്കോളൂ. ഡിമ്മട്ടെ ഇതാണ് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു പല്ലിയോ പാറ്റയോ പാമ്പോ ഒരു സാധനം ഇതിൻ്റെ അടുക്ക വരില്ല. കല്ലുപ്പ് കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈ ഭാഗത്ത് ഈ സൈഡിലൊക്കെ ഇങ്ങനെ വെതറി കഴിഞ്ഞാൽ എന്തെങ്കിലും വെച്ചാൽ ചുറ്റും തോട്ടമുള്ളതുകൊണ്ട് കുറേയൊക്കെ അവിടെ ഇവിടെ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്ന ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്ത് 10 ലക്ഷത്തോളം ആളുകൾ കണ്ടായിരുന്നു. അവരെല്ലാം ചോദിച്ചു ഇതിന്റെ പേരെന്തുവാന്ന് ചോദിച്ചായിരുന്നു. ഡിമ്മട്ടെ, അതായത് ഇതിപ്പോ ഇവിടെ എല്ലാ മിക്ക ഈ വളമിക്കുന്ന കടയിലെല്ലാം കിട്ടും. കൈ കൊണ്ട് കൂടുതൽ എടുക്കരുത്. ഇതിന് പുറത്തുകൂടി പാമ്പ് കയറി പോയാൽ ആ പാമ്പ് ചത്തിന് ചോദിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇങ്ങനെ പതിയെ നമ്മൾ ഇടും, സൈഡിലോട്ട് മാറ്റിയിടും. ഇതിന്റെ പുറത്തുകൂടി പാമ്പ് വരാതിരിക്കാൻ ഇത് മണമടിച്ചാൽ വരത്തില്ല. അഥവാ വന്ന് ഇതിന്റെ പുറത്തുകൂടി കയറി പോയാൽ പോലും ആ പാമ്പ് അങ്ങ് മയങ്ങി ചത്തുപോകും, പിന്നെ അത് ജീവിക്കില്ല. അല്ല, വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ. അഥവാ ചാടി എന്തെങ്കിലും ഈ ചെങ്കീരിയൊക്കെ അത് ഓടിച്ച് വരും, കീരിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വരുമ്പോൾ ഇതിനോട് ചാടിപ്പോയാൽ ആ പാമ്പ് തീർന്നു. പറയാനുള്ളത് അതെ. ഇല്ല 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 ഇല്ല, നമ്മൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചുറ്റും കോമ്പൗണ്ട് ചുറ്റും ഇടുന്നത്. ഹോസ്പിറ്റലാണ്, സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നമ്മൾ എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിത് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ രോഗികൾ പല സ്ഥലത്തും പല ഹോസ്പിറ്റലിലും പോയി ചെയ്ത് കണ്ട് മടുത്ത് അവർ പറ്റാണ്ട് ഉള്ളവർ ഇവിടെ വന്ന് ചികിത്സിച്ച് ഭേദമായി പോകുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സേഫ്റ്റിയോടെ ചെയ്യുന്നത്. അതെ, നമുക്ക് കവർ എന്നിട്ട് കാണിച്ചു കൊടുക്കാം. ഒരുപാട് പേര് കാണാൻ വേണ്ടി കവർ താണ്ടിതാ കേട്ടോ. ഇതാണ് കാർ, ഇതാണ് കണ്ടോ, അതിൻ്റെ ഇതില ഒരു സാധനം ഒരുപാട് പേര് നോക്കിയിരുന്ന ആ കവർ അല്ലേ. അതെ അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലേ കിട്ടത്തോളൂ. എല്ലാ സ്ഥലത്തും ഉണ്ടോ? ഇപ്പൊ കേരളത്തിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, എറണാകുളത്തൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എറണാകുളത്തുള്ളതാ, എറണാകുളത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനിപ്പോ 200 ചില്ലറ ഒരു കിലോയ്ക്ക്. ഒന്നും കയറത്തില്ല. ഇതിനോട് കയറി പോയാൽ അത് തീർന്നു. പിന്നെ അത് എന്ത് സാധനം കയറിപ്പോയാലും തീർന്നു. പറയാനുള്ളത് അഞ്ച് ഇത് നമ്മൾ ഇത് വില കൂടിയത് കൊണ്ട് 400 ചില്ലറ ഉണ്ട്. അപ്പൊ ഈ 1 കിലോ ഉപ്പിന്റെ കൂടെ മിക്സ് ചെയ്ത് ഇടുമ്പോൾ കുറെ ഭാഗത്ത് നമുക്ക് ഇടാൻ പറ്റും. കല്ലുപ്പ് ഉണ്ടാ, കല്ലുപ്പ അത് പൊടിയുപ്പല്ല, പരലുപ്പ് തന്നെ വേണം. മറ്റേതാകുമ്പോൾ പൊടിയല്ലേ, ഇതാകുമ്പോൾ ഇങ്ങനെ തരിത്തരിയായിട്ട് ഇതിൻ്റെ കൂടെ മിക്സിങ് ഇങ്ങനെ കിടക്കും. പാമ്പ് ഇതിന് പുറത്ത് കയറില്ല, ഉപ്പിട്ടതിനെ വരത്തില്ല. മെയിനായിട്ട് പാമ്പ് പെട്ടെന്ന് വരില്ല. ഇല്ല, പാമ്പ് പരലുപ്പ് ഇട്ടാൽ 1-2 ദിവസം കൊണ്ട് പോകും. ഇതല്ല, ഇത് ഒരു മാസമുള്ള അങ്ങനെ ഈ മണമുണ്ടാവും. ഇതിൻ്റെ ഒരു പവറുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു വെടിമരുന്നിന്റെ ഒരു അത് തന്നെ, അതേ തന്നെ വെടിമരുന്ന് സെയിം അത് തന്നെയാണ്. കണ്ട ഒറ്റ മരുന്നാണ് നമ്മുടെ ഇഴജന്തുക്കളെയൊക്കെ തുരത്തുന്നത്. അതെ 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 അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ കടകളിലും കിട്ടും, വളമിക്കുന്ന കടയിലെല്ലാം കിട്ടും. ഇത് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് ഉപയോഗിച്ചോ. കൈ കൊണ്ട് എടുക്കരുത്, പേപ്പറിൽ ഇടുക, ഇത് രണ്ട് മിക്സ് ചെയ്യുക, പതിയെ ആ പേപ്പറിൽ തന്നെ ഇങ്ങനെ കുടഞ്ഞു പോവുക. പാമ്പോ പല്ലിയോ ഇഴജന്തുക്കൾ വന്ന് നമ്മൾ അടുക്ക വരാതിരിക്കാൻ വേണ്ടി, നമ്മളൊരു രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അത് നേരത്തെ മുൻകൂട്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഈ വീഡിയോ കണ്ടിട്ട് ആവശ്യമില്ലാത്തടുത്ത് ഉപയോഗിക്കരുത്. ഇത് നിവൃത്തിയില്ലാതെ നമ്മുടെ ആയുസിന്
ഭീഷണിയാവുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി. ചെയ്താൽ അതെ അതെ. നിസ്സാര ചേരയൊന്നും ഓടിക്കാൻ വേണ്ടി ഇത് ചെയ്യരുത് അല്ലേ? ചേരൊന്നും വരില്ലല്ലോ. ഇത് നമുക്ക് മൂർഖനെ കണ്ടാൽ മാത്രം, മൂർഖൻ അണലി ഇതിനെ കണ്ടാൽ മാത്രം ഇത് ഉപയോഗിക്കാം. നമ്മുടെ ജീവന് ഭീഷണിയാവുന്ന അത് മാത്രം. മാത്രം വരുന്ന സമയത്ത് ചേര കണ്ടാൽ ഓടിപ്പോകല്ലോ, പിന്നെ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഈ അണലി, മൂർഖൻ ഇത് രണ്ടും വെച്ചാൽ നമ്മൾ പോയാലും അത് അവിടെ കിടക്കും, അനങ്ങത്തില്ല. ആ നമ്മളെ കടിക്കും. കടിക്കും. ഉറപ്പ്. ഈട്ടത്തൊക്കെ പോയില്ലെങ്കിൽ കണ്ട് അറിയാതെ ചവിട്ടിപ്പോയാലും അണലിക്ക് രാത്രിയിലേ ഇറങ്ങുള്ളൂ, പകലിറങ്ങില്ല. അത് രാത്രിയെ കണ്ണ് കാണത്തുള്ളൂ. അപ്പൊ ഇത് നമ്മുടെ ഈ വേലിയരികിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. വലിയ അരികോടി ഇട്ടാൽ മതി. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്തേക്ക് വിടുന്ന വരത്തില്ല, smell വരത്തില്ല. ഭയങ്കരം അല്ലേ? അതെ, ഒരു മാസം സ്മെല്ല് ഭയങ്കരം അല്ലേ? ഒരു മാസത്തോളം ഈ സ്മെല്ല് നിൽക്കും. സ്മെല്ല് നിൽക്കും. ആ മഴ പെയ്തില്ലെങ്കിൽ ഒരു മാസത്തോളം നിൽക്കും. അത് കളിമ്പോൾ കൊണ്ട് ചെറുതായിട്ട് പിന്നെ ഇട്ട് കൊടുത്താലും ഒന്നും വരത്തില്ല. പല്ല് പോലും അല്ല, പഴുതാര പോലും വരില്ല. ഇത് ഇട്ട് കൊടുത്താലോ? പേരിവിടെ ഉറപ്പ്. അവിടെ കുറേ ചുറ്റിയിട്ട് അവിടെയൊക്കെ ഈ മതിലിൻ്റെ പുറത്തു കൂടി ഇട്ട് അവിടെ ഒന്ന് രണ്ട് ഈ കാറ്റാടിയിലെ ആൾക്കാർ കണ്ട് പാമ്പ് കണ്ടു. അപ്പോൾ ഇത് തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ പോയി പാമ്പ് മയങ്ങി അങ്ങനെ പോയ പാമ്പുകളുണ്ട് കണ്ട് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നമുക്ക് നല്ല റിസൾട്ട് ഉള്ള സാധനം. ഏകദേശം 10 ലക്ഷം ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ പേര് എന്തുവാന്ന് ചോദിച്ച് ഭയങ്കര ചീത്തോളിയായിരുന്നു. അത് ശരി. അപ്പൊ ഇത് നമ്മൾ കാണിക്കാത്തതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർ ഇത് മിസ്യൂസ് ചെയ്യരുത്. ജീവന് ഭീഷണിയാവുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ എടുത്ത് ഉപയോഗിക്കാവൂ.